നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ ദനഹ തിരുനാളിനോടനുബന്ധിച്ചുള്ള ബഹുനില പന്തലുകളുടെ കാൽനാട്ട് കർമ്മം വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ നിർവഹിച്ചു. കത്തീഡ്രൽ ട്രസ്റ്റിമാരായ പി ടി ജോർജ്, സാബു ജോർജ്, തോമസ് തൊകലത്ത്, അഡ്വക്കേറ്റ് MM ഷാജൻ, തിരുനാൾ ജനറൽ കൺവീനർ ഷാജു പന്തലിപ്പാടൻ എന്നിവർ ആശംസകൾ നേർന്നു. വർക്കി തെക്കേതല സ്വാഗതവും ബ്രിസ്റ്റോ എലുവത്തിങ്കൽ നന്ദിയും പറഞ്ഞു. ചുവപ്പൻ കുപ്പായമണിഞ്ഞ് നഗരത്തിൽ പാപ്പക്കൂട്ടവും മഞ്ഞിന്റെ നിറമുള്ള ചിറകും തൂവള്ള വസ്ത്രവും അണിഞ്ഞ മാലാഖമാരും നൃത്ത ചുവടുകളുമായി നഗരം കീഴടക്കി. മണ്ണിൽ വിരിഞ്ഞ നക്ഷത്രങ്ങളെ സാക്ഷിയാക്കി നഗരവീതിയിൽ കരോൾ ഗാനത്തിനൊപ്പം നിശ്ചല ദൃശ്യത്തിന്റെ അകമ്പടിയോടെ പാപ്പമാരും മാലാഖമാരും ചുവടുവെച്ച് നീങ്ങിയപ്പോൾ ആഹ്ലാദത്തോടെ ജനം വരവേറ്റു. കത്തീഡ്രൽ പ്രൊഫഷണൽ CLC, സീനിയർ CLCയുമായി സംഘടിപ്പിച്ച മെഗാ ഹൈടെക് ക്രിസ്തുമസ് കരോൾ മത്സര ഘോഷയാത്രയിലാണ് പാപ്പാക്കൂട്ടവും മാലാഖവൃന്ദവും ആട്ടിടയന്മാരും അണിനിരുന്നത്. യേശുവിന്റെ കാലഘട്ടത്തിലെ വേഷവിധാനങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട കഥാപാത്രങ്ങൾ കുട്ടികളിൽ മാത്രമല്ല വലിയവരിലും കൗതുകമുണർത്തി. മുനിസിപ്പൽ ടൗൺ ഹാൾ പരിസരത്തു നിന്നും ആരംഭിച്ച കരോൾ മത്സര ഘോഷയാത്ര കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി നമ്പളം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KLF നിർമ്മൽ ഇൻഡസ്ട്രീസ് മാനേജിംഗ് ഡയറക്ടർ സണ്ണി ഫ്രാൻസിസ് കണ്ടംകുളത്തി, മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ സോണിയാഗിരി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പ്രൊഫഷണൽ CLC പ്രസിഡന്റ് ഫ്രാൻസിസ് കോക്കാട്ട്, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഓസ്റ്റിൻ പാറയ്ക്കൽ, ഫാദർ ബെൽഫിൻ കോപ്പുള്ളി, പ്രോഗ്രാം ജനറൽ കൺവീനർ OS ടോമി, സീനിയർ CLC പ്രസിഡന്റ് KB അജയ്, മുനിസിപ്പൽ കൗൺസിലർ ജോസഫ് ചാക്കോ, കത്തീഡ്രൽ ട്രസ്റ്റിമാരായ അഡ്വക്കേറ്റ് MM ഷാജൻ, PT ജോർജ്, ഓർഗനൈസിംഗ് സെക്രട്ടറി ഡേവിസ് പടിഞ്ഞാറേക്കാരൻ, CLC സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷോബി K പോൾ, കൺവീനർ വിനു ആന്റണി എന്നിവർ പ്രസംഗിച്ചു. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രി പ്രസിഡന്റ് MP ജാക്സന് ആശുപത്രിയിൽ സ്വീകരണം നൽകി. ആശുപത്രി വൈസ് പ്രസിഡന്റ് E ബാലഗംഗാധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസിസ്റ്റന്റ് മാനേജർ G മധു ഉപഹാരം സമ്മാനിച്ചു. ആശുപത്രി ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് ജോസ് മുഞ്ഞേലി, സോണിയാഗിരി, TV ചാർലി, മെഡിക്കൽ സൂപ്രണ്ട് നദാനിയൽ തോമസ്,
ഫിസിഷ്യൻ ഡോക്ടർ പ്രദീപ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു. ആശുപത്രി സെക്രട്ടറി കെ വേണുഗോപാലൻ സ്വാഗതവും നഴ്സ് മാനേജർ മിനി ജോസഫ് നന്ദിയും പറഞ്ഞു. ഇത് 3-ാം പ്രാവശ്യമാണ് അദ്ദേഹം മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷനാവുന്നത്, നഗരസഭയുടെ അധ്യക്ഷനാവുന്നത്. ആദ്യത്തെ പ്രാവശ്യം അദ്ദേഹം അധ്യക്ഷനാകുമ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നു, അദ്ദേഹത്തിന് 35 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിലാണ് ഇരിഞ്ഞാലക്കുടയിലെ മുനിസിപ്പൽ ടൗൺ ഹാളിൻ്റെ നിർമ്മാണം തുടങ്ങിയതും. അദ്ദേഹത്തിന് ആദ്യത്തെ ടേമിൽ 2 വർഷമേ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ആ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ടൗൺ ഹാളിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിയും. 2ാമത്തെ ടേമിൽ അദ്ദേഹം അധ്യക്ഷനായ സമയത്താണ് നഗരസഭ മന്ദിരം, ബസ് സ്റ്റാൻഡ് വികസനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം നഗരസഭയിൽ ഒരു ഭരണകക്ഷിക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം, വികസന പ്രവർത്തനങ്ങളെല്ലാം വേണ്ട വിധത്തിൽ നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ള പരക്കെ ആക്ഷേപമുണ്ട്. ഇപ്പോൾ ജാക്സന്റെ നേതൃത്വത്തിൽ ജാക്സൺ ജയിക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭരണകക്ഷിക്കും നിർണായകമായ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ പണ്ടത്തെക്കാളൊക്കെ ഊർജിതമായി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് ന്യായമായി പ്രതീക്ഷിക്കാവുന്നതാണ്. ഇരിങ്ങാലക്കുട എടക്കുളം കനാൽ ബണ്ടിന് സമീപം താമസിക്കുന്ന പരേതനായ പൊന്നാറ ചന്ദ്രന്റെ ഭാര്യ രതിക്ക് സാമൂഹ്യ പ്രവർത്തകനും BJP തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ വിപിൻ പാറമേക്കാട്ടിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ഫൊണ്ടാന ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ചെയർമാൻ സുധാകരൻ പോളശ്ശേരി, സാമൂഹ്യ പ്രവർത്തക സിസ്റ്റർ റോസ് ആന്റോ, BJP മണ്ഡലം പ്രസിഡന്റ് സുബീഷ്, ജനറൽ സെക്രട്ടറി ജിതേഷ് എന്നിവർ പങ്കെടുത്തു. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വീടുണ്ടാവുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. വീടില്ലാത്ത എല്ലാവർക്കും വീടുണ്ടാവണം എന്ന ആഗ്രഹമാണ് ഭാരതം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ. അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ആവാസം, ഭക്ഷണം, ജലം, നീതി. അതിലെ ഭക്ഷണവും ജലവും ആവാസവും, വീടും ഭക്ഷണവും വെള്ളവും, ഇത് 3ഉം ഭാരതത്തിലെ സാധാരണ ജനങ്ങൾക്ക്, നിരക്ഷരരായിട്ടുള്ള ദാരിദ്ര്യ മേഖലയിലുള്ള സാധാരണ ജനങ്ങൾക്ക് നൽകുക എന്ന ഭരണഘടനയുടെ അടിസ്ഥാന കർമ്മമാണ്, ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കടമയാണ് ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ നരേന്ദ്രമോദിജി ചെയ്യുന്നത്. വേളൂക്കര ഗ്രാമപഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പുല്ലൂക്കര ജോസ് അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 വെളയനാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ നടക്കും. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഡെയ്സി ഭാര്യയും ടിജോ എന്നിവർ മക്കളുമാണ്. പഞ്ചായത്ത് വകുപ്പിൽ ജീവനക്കാരനായിരുന്ന ജോസ് സർവീസിൽ നിന്നും വിരമിച്ച ശേഷമാണ് ഗ്രാമപഞ്ചായത്ത് അംഗമാവുന്നതും തുടർന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാകുന്നതും. അവിട്ടത്തൂർ മഠത്തിൽ പരേതനായ വിശ്വനാഥയ്യരുടെ മകൾ മീനാക്ഷി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 ഇരിങ്ങാലക്കുട വേളൂക്കര ബ്രാഹ്മണ സമൂഹം ശ്മശാനത്തിൽ നടക്കും. രംഗനാഥൻ ഭർത്താവും ദിവ്യ മകളുമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.